Welcome to BSc Complementary Physics, Semester 4, 36th lecture, Chapter Electronics. Today's topic is problems from FW rectifier center tap. Problems of full wave rectifier center tap. That is the topic of discussion today. 36th lecture, Semester 4, BSc Complementary Physics. And here is a first problem from FW rectifier. In the last class, we have seen the theory of FW rectifier and the related equations we have studied, the formula we have studied. And those formula we apply here to do these problems. First problem is, I shall read. In a FW rectifier, the forward resistance of each diode is 200 ohm and AC of 200 volt and 50 Hertz is applied. Calculate the load resistance to obtain a DC output of 250 milliampere. അപ്പോൾ ഇതൊരു ഫുൾ വേവ് റെക്ടിഫയർ ആണ്. കാരണം ഇവിടെ പറഞ്ഞിട്ടുണ്ട് FW റെക്ടിഫയർ 2 ഡയോഡ് ഉപയോഗിക്കുന്നുണ്ട്. ഡയോഡ് ഓരോന്നിൻ്റെ റെസിസ്റ്റൻസ് 200 ഓം ആണ്. നമ്മൾ അപ്ലൈ ചെയ്യുന്ന AC 200 വോൾട്ടാണ്. അത് RMS വോൾട്ടാണ്. ഏതെങ്കിലും AC വന്നു കഴിഞ്ഞാൽ അതിന് RMS വോൾട്ടേജ് ആയിട്ട് വിചാരിക്കണം. പിന്നെ ഫ്രീക്വൻസി ഉണ്ട് 50 ഹെർട്സ്. പിന്നെ ഇവിടെ തന്നിരിക്കുന്നത് DC കറണ്ട് IDC 250 മില്ലിയാമ്പർ ആണെങ്കിൽ എത്രയാണ് ലോഡ് റെസിസ്റ്റൻസ്? RL ആണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. RL ആ ഇക്വേഷനൊക്കെ ഓർക്കുക. അപ്പോൾ IDCയുടെ ഫോർമുല നമുക്കറിയാം. IDC 2M/π എന്നാണ്. ആ FW റെക്ടിഫയറിന് IDC 2M/π ആണ്. ഹാഫ് വേവിനാണെങ്കിൽ IM/π ആണ്. അപ്പോൾ IM കാണുന്നത് എങ്ങനെയാണ്? VM/R + RL. ആ ഫോർമുലയും നമ്മൾ പഠിച്ചതാണ്. IM മീൻസ് VM/R + RL. ഇനി VM എന്ന് പറഞ്ഞാൽ എന്താണ്? VRMSൻ്റെ √2 ആണ്. കാരണം ആ സൈഡ് നോക്കി ഈ കാണുന്ന നോക്കി VRMS ഇസ് VM/√2 അല്ലെങ്കിൽ ERMS EM/√2 നമ്മൾ ഇലക്ട്രിസിറ്റി പഠിക്കുന്നതാണ്. അപ്പോൾ ഈ തരുന്ന വോൾട്ടേജ് കുസ്റ്റിനകത്തൊരു വോൾട്ടേജ് മറ്റൊന്നും പറയാതെ തന്നു കഴിഞ്ഞാൽ അത് RMS വോൾട്ടേജ് എന്ന് എടുക്കാവൂ. ഇപ്പോൾ RMS എന്നോ അല്ലെങ്കിൽ മറ്റൊന്നും പറയാതെ മാക്സിമം എന്നോ പറയാതെ ഒരു വോൾട്ടേജ് തന്നാൽ എല്ലാ പ്രോബ്ലത്തിലും നമ്മൾ അതിനെ RMS വോൾട്ടേജ് എന്ന് എടുക്കണം. ഇവിടെ RMS ആണ് 200. അപ്പോൾ VM എന്താണ്? VRMSൻ്റെ √2 അതിവിടെ കൊടുത്തു നമ്മൾ. സോ VM ഈസ് VRMSൻ്റെ √2/R + R അങ്ങനെ എഴുതി. ദാറ്റ് ഈസ് IDC is equal to 2M അല്ലേ? അപ്പോൾ IDC is equal to IM വാല്യൂ കൊടുക്കുക 2 × VRMSൻ്റെ √2/π × R + RL. IDC 250 mA ആണ് ക്വസ്റ്റിനകത്തുണ്ട്. അതിനെ ആംപിയർ ആക്കുമ്പോൾ 1000 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. 0.25 ആംപിയർ എന്ന് കിട്ടും. VRMS is 200, RF is 200 ohm. ഓരോ ഡയോഡിൻ്റെ റെസിസ്റ്റൻസ് ഓഫ് ഈച്ച് ഡയോഡ് is 200 ohm. RL question mark. RL is a load resistor that we have to find. So put the values. 0.25 is equal to 2 × 200 √2/π 3.14 × 200 + RL. That you cross multiply. On cross multiplication we get 3.14 × 200 + RL is equal to 2 × 200 × √2/0.25. On calculation we get 2262.7417 200 + RL. That by pi 720.618. RL is subtract 720.618 minus 200, that is 520.6 ohm. On correcting, that is the value. Next problem, you see a FW rectifier uses an applied voltage of 250 volt to center tap and load is 1800 ohm. Find one average load current 2, RMS value of current 3, AC power delivered to the load 4, DC output power, neglect diode resistance. അപ്പോൾ ഇവിടെ ഡയോഡ് റെസിസ്റ്റൻസ് പരിഗണിക്കേണ്ട. നമുക്ക് തന്നിരിക്കുന്നത് FW റെക്ടിഫയർ ആണ്. പിന്നെ അപ്ലൈഡ് വോൾട്ടേജ് 250 വോൾട്ട് 250 വോൾട്ട് സെൻറ്റർ ടാപ്പ് ചെയ്തിരിക്കുകയാണ്. ആവറേജ് ലോഡ് കറണ്ട് പോലെയുള്ള കാര്യങ്ങൾ കണ്ടുപിടിക്കണം. ആവറേജ് ലോഡ് കറണ്ട് എന്ന് പറഞ്ഞാൽ IDC ആണ്. IDC RMS IRMS ആണ്. പിന്നെ PAC PDC കാണണം.
അപ്പോൾ ആവറേജ് ലോഡ് കറണ്ട് ഐ ഡി സി ആദ്യം കണ്ടുപിടിക്കേണ്ടത്. ഈ ആവറേജ് കറണ്ടിനെ ഐ ഡി സി എന്നാണ് വിളിക്കുന്നത്. ദാറ്റ് ഈസ് ഇക്വേഷൻ ഐ ഡി സി ഇസ് 2Im/π, നമ്മൾ പഠിച്ച ഇക്വേഷൻ. Im ഈസ് Vm/R + RL, ദാറ്റ് ഈസ് VRMS ഇൻ്റെ റൂട്ട്. ഇവിടെയും വോൾട്ടേജ് തന്നിരിക്കുന്നത് RMS വോൾട്ടേജ് ആയിട്ട് എടുക്കണം, എന്നിട്ട് വേണം VM കാണാനായിട്ട്. VRMS ഇൻറ്റു √2/R + RL ഈക്വൽ ടു 250 √2/RF0. നെഗ്ലക്റ്റ് ഡയോഡ് റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. നെഗ്ലക്റ്റ് ഡയോഡ് റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. RL ഈസ് 1800 Ω. So on division we get 19.1964 ampere. That is Im. Therefore IDC is 2Im/π 2 into 0.1964 by 3.14 equal to 0.1261 ampere. Number 3, RMS value of current, IRMS. IRMS is Im/√2 0.1964 by 1.4142 equal to 0.1389 ampere. Number 3, PAC, IRMS square into R plus R. നമ്മളിത് എഫിഷ്യൻസി കണ്ടപ്പോൾ ഈ ഇക്വേഷൻ മനസ്സിലാക്കിയതാണ്. PAC is IRMS square into R plus R. That is PAC is equal to IRMS square into R plus RL 0.1389 square into RF is 0 plus RL 1800, that is equal to 34.72 watt. Then next question, number 4, PDC equal to IDC square into RL. You see the equation. That is 0.1251 into 1800, that is 28.17 watt. That is the answer. Next problem. ഇവിടെ ഈ പ്രവർത്തനം എഫിഷ്യൻസി ചോദിച്ചാൽ നേരിട്ട് ഇക്വേഷൻ ചെയ്യാം, അല്ലെങ്കിൽ PDC/PS എടുത്താൽ മതി. 28.17 by 34.72 എടുത്തു കഴിഞ്ഞാൽ എഫിഷ്യൻസി കിട്ടും. അതിവിടെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടില്ല, വേണേൽ ചോദിക്കാം. അടുത്തത്, ഇൻ FWR, the meaning is FW rectifier, the load resistance RL is 2000 ohm, the upper voltage is 300 volt, find IDC, IRMS, PAC. കേട്ടോ, PAC ആട്ടോ, അവിടെ ഒന്ന് നോക്കണേ, PAC ആണ്. PAC, PDC, ഡയോഡ് റെസിസ്റ്റൻസ് ഈസ് 500 ohm. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ തൊട്ട് മുകളിലുള്ള പ്രോബ്ലമാണ്. പക്ഷെ ഇവിടെ RF, സ്മോൾ RF നമുക്ക് തന്നിട്ടുണ്ട്, 500 ohm തന്നിട്ടുണ്ട്. മുകളിലത്തെ പ്രോബ്ലത്തിൽ നെഗ്ലക്റ്റ് ഡയോഡ് റെസിസ്റ്റൻസ് എന്നായിരുന്നു. So we write IDC is 2Im/π, Im is Vm/R plus RL, that is VRMS in √2/R plus RL, 300 √2, അതാണ് വോൾട്ടേജ്. 500 plus 2000 equal to 0.1697 ampere. Next is IDC. IDC is 2Im/π is equal to 2 into 0.1697/π equal to 0.1081 ampere. Number 2, IRMS is Im/√2 equal to 0.1697/√2 equal to 0.119. On correcting, we get to 0.012 ampere. Number 3, PAC is IRMS square into R plus RL equal to 0.12 square into 500 plus 2000 equal to 0.12 square into 2500 equal to 36 watt. PDC is equal to IDC square into RL 0.1081 square into 2000 equal to 23.37 watt. Answer. Next problem. In a FW rectifier, the load resistance RL is 2 k ohm. Each diode has a forward resistance of 400 ohm. The voltage applied to diode is 240 sine
സൈൻ ഒമേഗ ടി ഓർ സൈൻ തീറ്റ 240 സൈൻ തീറ്റ എന്ന് ചെയ്യാനും മതി. സൈൻ തീറ്റ ഫൈൻഡ് വൺ പീക്ക് വാല്യൂ ഓഫ് കറണ്ട് 2 IDC 3 IRMS 4 rectifier efficiency 5 റിപ്പിൾ ഫാക്ടർ. അപ്പോൾ ഇവിടെ ഒരു അഡീഷണൽ ചോദ്യം കൂടി ഉണ്ട്, റിപ്പിൾ ഫാക്ടർ എന്ന ചോദ്യമുണ്ട്. റിപ്പിൾ ഫാക്ടർ നമ്മൾ പഠിച്ചിട്ടില്ല, പഠിക്കാനും പോവുകയാണ്. പക്ഷേ ഈ പ്രോബ്ലത്തിൽ അങ്ങനെ അസ്യൂം ചെയ്താൽ മതി. എഫിഷ്യൻസി കാണാൻ പ്രയാസമില്ലല്ലോ, അത് നമുക്ക് പിന്നെ PDC/PS കണ്ടാൽ മതി. അപ്പോൾ റിപ്പിൾ ഫാക്ടർ എന്ന് പറയുന്ന ഒരു അഡീഷണൽ ക്വസ്റ്റ്യൻ ഇതിനകത്ത് വന്നിട്ടുണ്ട്. അത് നമ്മൾ ഉടനെ പഠിക്കാൻ പോകുന്ന ഒരു ടേമാണ്. എങ്കിലും അതിൻ്റെ ഫോർമുല ഇവിടെ നമ്മൾ അഡ്വാൻസ് ആയിട്ട് അപ്ലൈ ചെയ്തിട്ട് ഇത് കണ്ടുപിടിക്കുക, റിപ്പിൾ ഫാക്ടർ കണ്ടുപിടിക്കുക. സോ യു ലുക്ക് peak current IM is VM by R plus RL. VM is V is VM sin omega t. So maximum is PM is 240. ആ തന്നിരിക്കുന്ന വോൾട്ടേജ് നമ്മൾ എഴുതുന്നത് VM is VM sin omega t ആണ്. അപ്പോൾ ഇവിടെ VM അത് കമ്പയർ ചെയ്യുമ്പോൾ കിട്ടുമല്ലോ, 240 എന്ന് കിട്ടും. Therefore IM is equal to 240 by അത് 240 കിട്ടിയ മനസ്സിലായില്ല. നമ്മൾ ഇക്വേഷൻ നോക്കുക, ആ പ്രോബ്ലത്തിൽ തന്നിരിക്കുന്നത് ഉണ്ടോ, VM 240 sin omega t തന്നിരിക്കുന്നത് 240. അപ്പോൾ അത് VM ആണത്, അങ്ങനെ എടുത്തത്. Therefore IM is VM by R plus RL. 240 by 400 by 2000, 240 by 2400 equal to 0.1 ampere. IDC 2 by pi, 2 into 0.1 by pi equal to 0.0638 ampere. Next is IRMS, IM by root 2, 0.1 by 1.4142. Root 2 into value ആണ് 1.4142. On calculation we get 0.0707 ampere. പിന്നെ റെക്ടിഫയർ എഫിഷ്യൻസി ഈറ്റ നമുക്ക് രണ്ട് തരത്തിൽ ചെയ്യാം. ഒന്ന് ഈ PDC/PS എടുക്കാം, അല്ലെങ്കിൽ ഫോർമുല അപ്ലൈ ചെയ്താലും മതി കേട്ടോ, എങ്ങനെയായാലും ഉത്തരം കിട്ടും. 0.812 by 1 plus R/RL 0.812. 0.812 വരാൻ കാരണം ഇത് FW റെക്ടിഫയർ ആയതാണ്. 0.812 by 1 plus R/RL 0.812 by 1 plus 400 by 2000. That is eta is equal to 0.812 by 1 plus 0.2 equal to 0.812 by 1.2 equal to 0.6767 equal to 67.67%. റിപ്പിൾ ഫാക്ടർ, ആ റിപ്പിൾ ഫാക്ടർ നമ്മൾ ഗാമ അല്ലെങ്കിൽ സ്മോൾ ആർ എന്ന് ഗാമ എന്ന് പറയും. റിപ്പിൾ ഫാക്ടർ ഗാമ എന്ന് സ്മോൾ ആർ, ഇവിടെ ഞാൻ സ്മോൾ ആർ എഴുതിയിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഇക്വേഷൻ ഉണ്ട്, അത് നിങ്ങളൊന്ന് പഠിച്ചു കൊള്ളണം. സ്മോൾ ആർ റിപ്പിൾ ഫാക്ടർ റൂട്ട് ഓഫ് IRMS സ്ക്വയർ ബൈ IDC സ്ക്വയർ -1 എന്നാണ് ഇക്വേഷൻ. നമ്മൾ ഉടൻ പഠിക്കാൻ പോകുന്ന ഒരു ഇക്വേഷനാണ്. റിപ്പിൾ ഫാക്ടറിന് സ്മോൾ ആർ എന്നോ ഗാമ എന്നോ അല്ലെങ്കിൽ RF എന്ന് പറയും. RF അതിൻ്റെ ഇക്വേഷൻ റൂട്ട് ഓഫ് IRMS സ്ക്വയർ ബൈ IDC സ്ക്വയർ -1 ആണ്. ആ റൂട്ട് കിഴിപ്പോട്ട് നീട്ടിയിടണം, കാരണം ന്യൂമറേറ്ററിനും ഡിനോമിനേറ്ററിനും ഒരുപോലെ ആപ്ലിക്കബിൾ ആണ്. therefore root of 0.0707 square by 0.0638 square -1. അത് നിങ്ങൾ കാൽക്കുലേറ്റർ ചെയ്യണം. ചെയ്യുമ്പോൾ കിട്ടുന്ന ഉത്തരം റൂട്ട് ഓഫ് 1.328 1.228 -1 equal root of 0.228 is equal to 0.48. 0.48 ആണ് അതിൻ്റെ ആൻസർ. നിങ്ങൾ ഓർത്തിരിക്കുക, FW റെക്ടിഫയറിന് റിപ്പിൾ ഫാക്ടർ 0.48 ആണ്. ആ HW റെക്ടിഫയറിന് അത് 1.21 ആണ്. അത് രണ്ടും ഉടനെ പഠിക്കാൻ പോവുകയാണ്. എന്താണ് പറഞ്ഞത്? SW റെക്ടിഫയറിന് റിപ്പിൾ ഫാക്ടർ 1.21 ആണ്. FW റെക്ടിഫയറിന് അത് 0.48 ആണ്. ഈ പ്രോബ്ലത്തിൽ കിട്ടിയതുപോലെ അതിപ്പോഴും കോൺസ്റ്റൻ്റ് ആയിരിക്കും. അടുത്ത ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്ത അതേ ടൈപ്പ് ക്വസ്റ്റ്യൻ തന്നെയാണ്, പക്ഷേ ഇവിടെ ഒരു പടം തന്നിട്ടുണ്ടെന്ന് മാത്രം. ആ പടത്തിലാണ് നമുക്ക് വാല്യൂ എല്ലാം തന്നിരിക്കുന്നുണ്ട്. വാല്യൂ മിക്കുന്ന പടത്തിലുണ്ട്. സപ്ലൈ വോൾട്ടേജ് 220 വോൾട്ട് ഒരു ട്രാൻസ്ഫോർമർ ഉണ്ട്. അവിടെ 12 വോൾട്ട് സെൻട്രൽ ടാപ്പിൽ കിട്ടിയിരിക്കുകയാണ്. ലോഡ് റെസിസ്റ്റൻസ് 6,
200 ഓമാണ്. അപ്പോൾ ലോഡ് അങ്ങനെ പഠിപ്പിക്കാവേ. ഇത് FW റെക്ടിഫയറിൻ്റെ പടമാണ്. ലോഡാ കാണുന്ന പോലെ പഠിപ്പിക്കാം. നമ്മൾ വരച്ച ഒറിജിനൽ പടത്തിൽ ആ ട്രാൻസ്ഫോർമറിൻ്റെ സെക്കൻഡറി സെൻട്രൽ ടാപ്പേയും അവസാനം നമ്മളൊരു വയറെടുത്ത് എർത്തിരിക്കുകയാണ്. എന്നിട്ട് അവിടെയാണ് ലോഡ് കൊടുക്കുന്നത്. അങ്ങനെ വരക്കുന്നതും ഈ വരക്കുന്നതും ഒന്ന് തന്നെ. ആലോചിച്ച് മനസ്സിലാകും. കാരണം എർത്തും കണക്റ്റഡ് ആണല്ലോ. എർത്ത് ടെർമിനൽ ഇവിടെ കാണിക്കാതെ നേരിട്ട് സെൻട്രൽ ടാപ്പിൽ നിന്ന് ലോഡ് കണക്ട് ചെയ്തിരിക്കുന്ന പടമാണ് കൊടുത്തിരിക്കുന്നത്. രണ്ടും ഒന്നാണെന്ന് ഒത്തു നോക്കിയാൽ മനസ്സിലാകും. കാരണം ഈ എർത്ത് കണ്ടു കഴിഞ്ഞാൽ, ഗ്രൗണ്ട് കണ്ടു കഴിഞ്ഞാൽ അത് രണ്ടും കണക്റ്റഡ് ആണ്. അതാണ് കാരണം. A center tapped transformer has 220 volt primary and secondary 12 volt. കാരണം സെൻട്രൽ ടാപ്പ് ആയതുകൊണ്ടാണ് നമ്മൾ 12 എന്ന് എഴുതുന്നത്. ദിസ് ഈസ് യൂസ്ഡ് ഫോർ FW rectifier, for a FW rectifier with a load resistance 200 ohm. What is the DC output voltage and the load current? Figure is also given. ചിത്രവും നമുക്ക് തന്നിരിക്കുകയാണ്. ഇതാണ് ചിത്രം. ഈ കാണുന്ന ചിത്രം. അപ്പോൾ നമുക്ക് IDC കാരണം IDC is 2m/pi. IDC is 2m/pi. That is IM is VM/R plus RL. That is VRMS in √2 by R plus RL 12 √2. അപ്പോൾ സെൻട്രൽ ടാപ്പിലെ ഒരു ഭാഗത്തുള്ള വോൾട്ടേജ് ആണ് നമ്മൾ VM എടുക്കേണ്ടത്. അവിടെ 12 എന്നാണ്. അപ്പോൾ ഒരു 12 എടുക്കാം VM ആയിട്ട്. 12 √2 by 0 plus 200 equal to 0.06 √2. അപ്പോൾ 12/200 ആണല്ലോ. അപ്പോൾ 0.06 √2 ആംപിയർ എന്ന് കിട്ടും. Therefore, IDC is equal to 2 into 0.06 √2 by pi equal to 0.054 ആംപിയർ എന്ന് വരും. ഇനി അടുത്ത ക്വസ്റ്റ്യൻ VDC. VDC is IDC into RL ohms law is equal to 0.054 into 200 equal to 5.4 into 2 equal to 10.8 volt. That is VDC. Next problem. In a center tapped FW rectifier, the maximum ശരിക്കും കാണുന്നുണ്ട്. മാക്സിമം എന്നുള്ള വാക്ക് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ RMS എടുത്ത് കളയരുത്. The maximum voltage across the secondary windings is 50 volt. The load resistance is 200 ohm. Find 1 the average DC voltage, and 2 the peak inverse voltage. നമ്മൾ പുതുതായിട്ട് കാണുന്ന peak inverse voltage. 3 input frequency. Input to the primary of the transformer is 250 volt Hz. അപ്പോൾ ട്രാൻസ്ഫോർമറിന് ഇൻപുട്ടായിട്ട് കൊടുക്കുന്നത് 250 വോൾട്ടാണ്. അപ്പോൾ നമുക്ക് ഔട്ട്പുട്ട് എത്രയാണ് പറയുന്നുണ്ട്. ഔട്ട്പുട്ട് ഇൻ എ സെൻട്രൽ ടാപ്പ് ട്രാൻസ്ഫോർമർ FW rectifier, the maximum voltage across the secondary windings 50 volt. അവിടെ 50 വോൾട്ട് തന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഇൻപുട്ടിൻ്റെ ആവശ്യമുണ്ടോ നമുക്ക് നോക്കാം. ഇൻപുട്ട് 250 വോൾട്ട് വേണ്ടി വരത്തില്ലായിരിക്കും. അപ്പോൾ VM is 50 വോൾട്ട്, IDC is 2m/pi, IM is VM/R plus RL. Therefore IM is 50/0 plus 500. കാരണം ഈ 50 വോൾട്ട് മാക്സിമം ആണെന്നിരിക്കുന്നു കേട്ടോ. അതുകൊണ്ട് 50 √2 എന്നുള്ള കണക്കില്ല. ക്വസ്റ്റിനകത്ത് വോൾട്ടേജ് ഈസ് മാക്സിമം എന്ന് പറയുകയാണ്. ഒന്നും പറഞ്ഞില്ലെങ്കിലാണ് നമ്മൾ RMS എടുക്കേണ്ടത്. ഇവിടെ പറയാത്തത് കൊണ്ട്, ഇവിടെ മാക്സിമം പറഞ്ഞതുകൊണ്ട് ആ വാല്യൂ തന്നെ നേരിട്ടെടുക്കുകയാണ്. 50/0 പ്ലസ് 500 equal to 0.25 ആംപിയർ. That is IM. Then VDC വേണ്ട, IDC ആണ്. IDC is 2m/pi, 2 into 0.25 by 3.14, 0.5 by 3.14 equal to 0.1592 ആംപിയർ.
Next is VDC IDC into RL, that is 0.1592 into 200 is equal to 15.92 into 2 equal to രണ്ട് പ്ലേസ് മാറ്റിയതാണ് ഈക്വൽ ടു 31.84 വോൾട്ട്. ഒരു പീക്ക് ഇൻവേഴ്സ് വോൾട്ടേജ്. അപ്പോൾ പീക്ക് ഇൻവേഴ്സ് വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ അറിയാമോ, സെക്കൻഡറിയിൽ വരുന്ന മാക്സിമം വോൾട്ടേജിന് ഡബിളാണ്. അങ്ങനെ ഓർത്തിരിക്കണം. ഒരു ഫുൾ വേവ് റെക്ടിഫയറിൽ PIV എന്ന് പറഞ്ഞാൽ പീക്ക് ഇൻവേഴ്സ് വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ സെക്കൻഡറി ട്രാൻസ്ഫോർമറിൽ, അതായത് ഈ റെക്ടിഫയർ ഇൻപുട്ട് സെക്കൻഡറി ട്രാൻസ്ഫോർമറിൽ വരുന്ന ആ പകുതി വോൾട്ടേജിൻ്റെ ഇരട്ടിയാണ്. 12 എന്നല്ലേ പറയുന്നത്. അപ്പോൾ 12ൻ്റെ ഇരട്ടി, 12 50 വോൾട്ടാണ് അല്ലേ, ഇവിടെ 50 ആണ്, 50 വോൾട്ട് മാക്സിമം. അപ്പോൾ VM-ൻ്റെ ഇരട്ടി 2 VM എന്ന് ഓർത്താൽ മതി, 2 VM എന്ന് ഓർത്താൽ മതി. 4 FW സെൻട്രൽ ടാപ്പ് 2 into 50 100 വോൾട്ട്. ഇനി ഔട്ട്പുട്ട് ഫ്രീക്വൻസി, ഇൻപുട്ട് ഫ്രീക്വൻസി തന്നെ 50 ഹെർട്സ് ആണ്. ഇൻപുട്ട് ഫ്രീക്വൻസി 50 ഹെർട്സ് ആണ്. അപ്പോൾ ഔട്ട്പുട്ട് ഫ്രീക്വൻസി 100 വരും. എന്താ കാര്യം എന്ന് അറിയാമോ, ഔട്ട്പുട്ട് ഫ്രീക്വൻസി FOUT is 2FN, ഇൻപുട്ട് ഫ്രീക്വൻസി 50 ആണ്. അപ്പോൾ 2 into 50 100. അതിൻ്റെ കാരണം ഇവിടെ സൈൻ ചെയ്തിട്ടുണ്ട്. എന്തുകൊണ്ടാണ് അതിൻ്റെ കാരണം ഇവിടെ പറയാണ്, എന്തുകൊണ്ടാണ് ഔട്ട്പുട്ട് ഫ്രീക്വൻസി ഡബിൾ വരുന്നത്. Since there are 2 positive peaks for every input cycle. അപ്പോൾ ഇൻപുട്ട് സൈക്കിളിനെ, ഇപ്പോൾ ഈ ഫുൾ വേവ് റെക്ടിഫയറിൻ്റെ പ്രത്യേകത, നമ്മളൊരു ഫുൾ സൈക്കിൾ കൊടുക്കുകയാണെങ്കിൽ നെഗറ്റീവ് സൈക്കിളും കിട്ടും, പോസിറ്റീവ് സൈക്കിളും കിട്ടും, നെഗറ്റീവ് സൈക്കിൾ കിട്ടും, 2 പീക്ക് കിട്ടും. ഒരു ഫുൾ സൈക്കിൾ കൊടുത്താൽ, ഇൻപുട്ട് കൊടുത്താൽ നമുക്ക് ഇപ്പോഴത്തെ 2 പോസിറ്റീവ് പീക്കാണ് കിട്ടുന്നത്. ഹാഫ് വേവ് ആണെങ്കിൽ ഒരെണ്ണേ കിട്ടുള്ളൂ, ഒരു സൈക്കിൾ കൊടുത്താൽ ഒരെണ്ണേ കിട്ടുള്ളൂ. ഇവിടെ 2 ഫുൾ സൈക്കിൾ കിട്ടും. അതുകൊണ്ടാണ് നമ്മൾ ടോയ്സ് ദ ഫ്രീക്വൻസി പറയുന്നത്. ഇവിടെ ഫുൾ വേവ് റെക്ടിഫയറിൽ ഔട്ട്പുട്ട് ഫ്രീക്വൻസി ഇൻപുട്ട് ഫ്രീക്വൻസിയുടെ ഡബിൾ ആണ് എന്ന് പറയാൻ കാരണം എന്താണ്? കാരണം ഇൻപുട്ടിൻ്റെ ഒരു സൈക്കിൾ എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് ഹാഫ് സൈക്കിൾ, നെഗറ്റീവ് ഹാഫ് സൈക്കിളും കൊടുത്താൽ റെക്ടിഫയറിൻ്റെ ഔട്ട്പുട്ടിൽ നമുക്ക് 2 പോസിറ്റീവ് സൈക്കിൾ കിട്ടും. അപ്പോൾ ഇരട്ടിയായില്ലേ? അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ടോയ്സ് ദ ഫ്രീക്വൻസി 100 ഹെർട്സ്. That is all. With this, the problems from FW rectifier is over. The next class we study our next rectifier, that is a bridge rectifier, and that is the third and final rectifier in this chapter. Thereafter we study ripple factor, etc. Chapter is lengthy.